മാതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. റോഡിന് ഇരുവശവും നിന്നിരുന്ന ആനക്കൂട്ടത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ പിടിയാനയാണ് കാറിന് നേരെ പാഞ്ഞെടുത്തത്. കാർ പെട്ടെന്ന് പിന്നോട്ടെടുത്തതിനാൽ കാറിലുണ്ടായിരുന്നവർ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പുരോഗമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, അങ്ങനെ അപകടം കൺമുന്നിൽ വന്ന ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഈ കാർ യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനല്ലേ? തീർച്ചയായും ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മലക്കപ്പാറ അതിരപ്പള്ളി റോഡിൻ, അത് വനപാതയാണ്. അതിൽ പല ഇടങ്ങളിലായി ആനകളെ എല്ലാം തന്നെ കാണാറുണ്ട്. അങ്ങനെ റോഡിനോട് ചേർന്ന് വനപ്രദേശത്ത് ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അതുവഴി വന്ന വിനോദയാത്രികരെല്ലാവരും തന്നെ അവിടെ വാഹനം നിർത്തി. കാരണം ആനകൾ റോഡിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട്. ആ ഒരു വളവായിരുന്നു ആ പ്രദേശം. അതിന് മുൻപ് എതിർദിശയിൽ നിന്ന് വരുന്നുണ്ടായിരുന്ന കാറ് ആന ആ സമയത്ത് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. ആ ആനയെ കണ്ട് അവിടെ വാഹനം നിർത്തി അവിടെ ആനകൾ കടന്നു പോകുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു പിടിയാന നേരെ ഈ കാറിന് നേരെ പാഞ്ഞെടുത്തത്. ഈ കാറിന് നേരെ പാഞ്ഞെടുത്ത സമയത്ത് കാറ് പുറകോട്ടെടുത്തു. അതുകൊണ്ട് കുറച്ചു ദൂരം പുറകോട്ട് പോയി. അതുകൊണ്ട് ഈ ആന അവിടെ നിന്ന് പിൻവാങ്ങി വീണ്ടും കാട്ടിലേക്ക് തന്നെ കയറി പോവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ആനകളെ പ്രകോപിപ്പിക്കുന്ന രീതിക്ക് ആനകൾക്ക് കാട്ടിലേക്ക് കയറി മധുരപലഹാരങ്ങൾ നൽകി ഒരു സംഭവം ഉണ്ടായിരുന്നു, പ്രകോപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് എതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ എന്തായാലും നിലവിൽ വിനോദസഞ്ചാരികൾക്കാർക്കും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ദീർഘനേരം ഈ ആനകൾ റോഡിൽ ഇറങ്ങിയ സമയം ആയതിനാൽ തന്നെ ദീർഘനേരം അവിടെ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ഇതുവഴിയുള്ള ഗതാഗതം ഏകദേശം അരമണിക്കൂറിലധികം തടസ്സപ്പെടുകയും ചെയ്തു. വലിയ ഞായറാഴ്ച ആയതിനാൽ തന്നെ വലിയ